മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് കേട്ടോ, വേറൊന്നുമല്ല, നമ്മള് ഓണത്തെ പറ്റിയിട്ടാണ് ഇപ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത് തന്നെയാണ്, മാറ്റം ഒന്നുമില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നാട്ടിലൊക്കെ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണെന്ന് ഞാൻ പറയും. വളരെ റെയറായിട്ട് മാത്രം ചിലയിടങ്ങളിൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച, ഊഞ്ഞാൽ. ഊഞ്ഞാല, യെസ്, അത് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നെയൊക്കെ സംബന്ധിച്ച് ഈ ഊഞ്ഞാലിന്റെ ഓർമ്മയെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും മറക്കാത്ത ഓർമ്മകളാണ്. കാരണം അടിയാണ്. പിള്ളേർ ഇപ്പം നമ്മുടെ വീട്ടിലുള്ള പിള്ളേരെ മാത്രം ഒരിക്കത്തില്ല, നമ്മളെ അയൽപക്കത്തുള്ള പിള്ളേരൊക്കെ എവിടെയാണോ ഊഞ്ഞാൽ കിട്ടുന്നത് അവിടേക്ക് എത്തും. എന്നിട്ട് ഈ 10 റൗണ്ട് നീ, 10 റൗണ്ട് ഞാൻ, അല്ലേ, അടുത്ത് ബാക്കി നീ ആടണം എന്നൊക്കെ അടി, ഊഞ്ഞാലിൻ്റെ അവിടെ കിടന്ന് അടി കൂടും പിള്ളേരെല്ലാം കൂടെ. അത് ഒത്തുതീർപ്പാക്കാൻ വീട്ടുകാരിടപെടും. ആ ഒരു ഓർമ്മയാണ് എനിക്ക് ഊഞ്ഞാലിനെ പറ്റി പറയാനുള്ളത്. ഓണം വരുമെങ്കിൽ ഊഞ്ഞാലുണ്ടാവണം. ഇന്ന് അങ്ങനെ അല്ല കേട്ടോ. ആ ഊഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ മഞ്ഞക്കൊടി കിട്ടും, അത് കെട്ടും, ബലൂൺ കെട്ടും, പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കോർത്ത് കിട്ടും. അങ്ങനെ രസകരമായിട്ട് ഊഞ്ഞാൽ അലങ്കരിച്ചാണ് യാത്ര. 2 പേര് ഇരിക്കേണ്ട സ്പേസ് ഉണ്ടാവും. ചിലപ്പോൾ 2 പേര് ഒരുമിച്ചാടും, ഒരാൾ അതിന്റെ പുറത്ത് നിൽക്കും, 1-2 പേര് നിൽക്കും, ഊഞ്ഞാൽ ഒടിഞ്ഞു വീഴും, മരക്കൊമ്പ് മുഴുവനായിട്ട് ഒടിഞ്ഞു വീഴും. ഇതൊക്കെ സംഭവിച്ചിട്ടില്ലേ? ഉണ്ട്. അതാണ് ഊഞ്ഞാലിനെ പറ്റിയുള്ള നമ്മുടെ ഓർമ്മകൾ. പിന്നെ ഈ തൊണ്ടൽ വെട്ടുക എന്നൊക്കെ പറയും കേട്ടോ. അതായത് ഊഞ്ഞാലിന്റെ പുറത്ത് ഒരാൾ കയറി നിന്നിട്ട്, അയ്യോ, അത് വേറെ സാഹസിക യജ്ഞമാണെന്ന് ഞാൻ പറയും. ആദ്യമൊക്കെ കാണുമ്പോൾ പേടി, പക്ഷെ ഞാൻ പഠിച്ചെടുത്തപ്പോൾ ഭയങ്കര സുഖമുള്ള ഏർപ്പാടെന്ന് മനസ്സിലായി. തൊണ്ടൽ വെട്ടുക. പിന്നെ ഈ നമ്മൾ ഒരാൾ ഇരുന്നിട്ട് വേറൊരാൾ ഊഞ്ഞാൽ എന്ത് ചെയ്യുന്ന വലിച്ച് പകലേ കൊണ്ടുപോയിട്ട് അടീ കൂടെ വന്നിട്ട് അതെന്താ കോരിയിടുക അങ്ങനത്തെ പറയുന്ന കേട്ടോ. അടീ കൂടെ വന്നിട്ട് നമ്മൾ പൊക്കി കേട്ടോ. അതൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അടിവയറ്റി എന്തോ ഒരു കാറ്റ് കയറുന്നൊരു ഫീലാണ്. അപ്പോൾ ഊഞ്ഞാലില്ലാതെ എന്തോണമല്ലേ. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലൊന്നും ഊഞ്ഞാലൊക്കെ വളരെ റെയറായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഊഞ്ഞാലില്ലാതെ എന്തോണം, കറക്റ്റല്ലേ? ഇപ്രാവശ്യമെങ്കിലും ഓണത്തിനെ നാട്ടിൽ വിളിച്ച് പറയുക, ഇപ്രാവശ്യമെങ്കിലും ഓണത്തിന് ഊഞ്ഞാൽ കെട്ട് കേട്ടോ, ഊഞ്ഞാലിട്ട മരങ്ങൾ വേണ്ട എന്നായിരിക്കും ആദ്യം അവർ ചോദിക്കും. അപ്പോൾ അതൊന്നും ഇല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഊഞ്ഞാലിനെ തന്നുകൊണ്ട് ഞാൻ ഇവിടെ പറയുകയാണ്. വീണ്ടും മറ്റു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായിട്ട് കേട്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈവ്. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ, തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ. RJ അരുണിനൊപ്പം റേഡിയോ ലൈവ്, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.